ഹായ് കൂട്ടുകാരെ, നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മളുടെ ബ്രെഡ് സാൻഡ്വിച്ച് ഉണ്ടാക്കിയപ്പോൾ 2 ചട്നി കാണിച്ചു തന്നില്ലേ. അപ്പോൾ അതിനെപ്പറ്റി പറയാമെന്നൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു അല്ലേ. പക്ഷേ അന്നേരം പറഞ്ഞില്ല, പിന്നെ പറയാമെന്നാണ് പറഞ്ഞത്. അപ്പോൾ നമ്മളുടെ റെഡ് ചട്നി ഇടുന്നതാണ്, പിന്നെ ഗ്രീൻ ചട്നി ഇത് നിറച്ചൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ, അതൊക്കെ തീർന്നുപോയി. അപ്പോൾ നമ്മളത് എങ്ങനെയാണ് ഉണ്ടാക്കിയെന്നുള്ളത് ഒന്ന് കണ്ടു നോക്കിയാലോ. വേറെ ഒന്നുമല്ല കേട്ടോ, വളരെ സിമ്പിളാണ്. അപ്പോൾ ഇതിൽ റെഡ് ചട്നി മാത്രമേ ഞാൻ രണ്ടാമത് വീണ്ടും ഉണ്ടാക്കിയപ്പോൾ എടുത്തിട്ടുണ്ട്, ഗ്രീൻ ചട്നിയുടെ എടുത്തിട്ടില്ല. ഗ്രീൻ ചട്നി വളരെ എളുപ്പമാണ് കേട്ടോ. ആവശ്യത്തിനുള്ള പച്ചമുളക് എടുത്തിട്ടേ ഒന്ന് വെളിച്ചെണ്ണയിൽ വാട്ടി അത് തണുത്ത് കഴിയുമ്പോൾ കുറച്ച് മല്ലിയിലയും വിനാഗിരിയും ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് നമ്മുടെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് നല്ലപോലെ ഇങ്ങോട്ട് അരച്ചെടുത്താൽ ഗ്രീൻ ചട്നി റെഡി. പിന്നെ സ്വല്പം വെള്ളം കൂടെ ചേർത്ത് അരച്ച് നമുക്ക് പാകത്തിനുള്ള ഗ്രേവിയാക്കി എടുക്കാം. അപ്പോൾ നമ്മുടെ ഇതേപോലെയുള്ള ഗ്രീൻ ചട്നി റെഡിയായി കിട്ടും കേട്ടോ. ഇനി റെഡ് ചട്നി ഉണ്ടാക്കണേ എങ്ങനെയാണെന്ന് നോക്കിയാലോ. അപ്പോൾ റെഡ് ചട്നിക്കും വേറെ പണിയൊന്നുമില്ല, പക്ഷേ റെഡ് ചട്നിയിൽ കുറച്ച് സാധനങ്ങൾ നമ്മൾ കൂടുതലായിട്ട് ചേർക്കുന്നുണ്ട്. ഒന്ന് ചുട്ടെടുത്ത വറ്റൽമുളകിലേക്ക് കുറച്ച് വിനാഗിരിയും ഉപ്പും സോയാ സോസും, അത് ഡാർക്ക് സോയാ സോസ്, പിന്നെ ടൊമാറ്റോ സോസും ആവശ്യത്തിന് ഉപ്പും, പിന്നെ കുറച്ച് പഞ്ചസാരയും, പിന്നെ ഒരു കഷ്ണം ചുട്ടെടുത്ത തക്കാളി ആ തൊലി മീതി എന്നുള്ളത് മാറ്റിയിട്ട് അതും കൂടി ചേർക്കും. അങ്ങനെ എല്ലാം കൂടി ചേർത്ത് മിക്സിയുടെ ജാറിലിട്ട് നല്ലപോലെ അങ്ങോട്ട് അരച്ചെടുക്കുക. ഇതിപ്പോൾ ഞങ്ങൾ ചൂടാണ്ട് പച്ചക്കാണ് എടുത്തേക്കണേ മുളക്. പിന്നെ വെള്ളം എന്ന് പറഞ്ഞാൽ ടൊമാറ്റോയിൽ നിന്ന് വരുമല്ലോ, അറിയാമല്ലോ. അത് പോരാ എന്ന് കാണുകയാണെങ്കിൽ കുറച്ച് വെള്ളവും കൂടി ചേർത്തിട്ട് പിന്നെ കുറച്ച് മല്ലിയിലയും കൂടി ചേർക്കാൻ മറക്കണ്ട കേട്ടോ. അപ്പോൾ അത്രയും സാധനങ്ങൾ ചേർത്തിട്ട് നമുക്ക് വെള്ളം പോരാന്നുണ്ടെങ്കിൽ വെള്ളവും കൂടി ചേർത്ത് അരച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ സ്പെഷ്യൽ റെഡ് ചട്നി റെഡിയാണ്. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. നമ്മുടെ സാൻഡ്വിച്ചിനും കട്ട്ലറ്റ് അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം കഴിക്കുന്ന സമയത്ത് റോള് ഇതിനൊക്കെ മുക്കി കഴിക്കാനും നല്ലതാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കിക്കോളൂ. ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കണ്ട. എങ്ങനെ ഹൈപ്പ് എന്നറിയാമല്ലോ അല്ലേ. ഒരു ലൈക്ക് കൊടുക്കുമ്പോൾ ഹൈപ്പ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഓപ്ഷൻ ഇങ്ങോട്ട് വരും, അതിലേക്ക് ഒന്ന് ക്ലിക്ക് ചെയ്ത് സബ്മിറ്റ് ചെയ്താൽ മാത്രം മതി.